ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് ഹേസലിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓൾറെഡി ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ട് അവൻ്റെ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തതാണ്. ഈ വീഡിയോ എന്ന് പറയുന്നത് അവൻ്റെ ബർത്ത്ഡേ അവൻ ജനിച്ച ഹോസ്പിറ്റലിൽ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പരിപാടി നടത്തുന്നത് ഞാനല്ല, ഹോസ്പിറ്റലുകാരാണ്. അതായത് അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. 2025 ജനുവരിയിൽ ജനിച്ച എല്ലാ പിള്ളേരെയും അവർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഹേസലിനെയും ഇൻവൈറ്റ് ചെയ്തത്. ജനുവരി ബേബീസിനെല്ലാം ഈ ജനുവരിയിൽ 1 ഇയർ ആണല്ലോ. സോ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ 7 മണി 7:15 ആയപ്പോഴേക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഇതാണ് ചേർത്തലയിലുള്ള കിൻഡർ ഹോസ്പിറ്റൽ. ഇവിടെയാണ് എൻ്റെ 2 ഡെലിവറിയും നടന്നത്. ഈ ഇങ്ങോട്ട് കയറി പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കെൻ്റെ വീട്ടിലോട്ട് കയറി പോകുന്നത് പോലെ ആയിരുന്നു. സത്യം കുറേ വട്ടം ഞാനിവിടെ വന്നിട്ടുണ്ട്. വീണ്ടും ഒന്ന് വരാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ അവിടെ ഒരു വാം വെൽക്കമിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ക്യാപ്പ് വന്നു, പിന്നെ ഒരു കാർഡ് വന്നു. ആ കാർഡിൽ 2 ചോക്ലേറ്റ് ക്ലിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെൽക്കമിങ് ചെയ്യുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം വെൽക്കമിങ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു അങ്ങനെ ഒരു വെൽക്കമിങ്. അതുകൊണ്ടാണ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ ചോക്ലേറ്റിന് വേണ്ടി അപ്പം തന്നെ 2 പേരും കൂടി അടിയായി. അത് അപ്പോഴേ അങ്ങ് കഴിച്ചു. അങ്ങനെ പരിപാടിയൊക്കെ 7:30 ആയപ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്തു. ആദ്യം 2-3 ഇൻട്രോസ് ഒക്കെ ഉണ്ടായിരുന്നു. പരിപാടിയൊക്കെ തുടങ്ങിയില്ല, പിള്ളേരെല്ലാവരും നല്ല കരച്ചിലങ്ങ് തുടങ്ങി. ഈ കുട്ടികളെ കൊണ്ട് ഇരുന്ന് പരിപാടി കാണൽ അത് നടക്കുന്ന ഒരു കാര്യമേ അല്ലായിരുന്നു. കുഞ്ഞുങ്ങളാണ് നിങ്ങളോടൊപ്പം ഉള്ള എല്ലാവരും. അതൊരു കഴിഞ്ഞൊരു ഇഗ്നോർ ചെയ്യരുത്. യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ഓൾസോ. സ്പീച്ചസ് ഒക്കെ വളരെ പെട്ടെന്നാണ് കഴിഞ്ഞത്. അധികം ലാഗ് അടുപ്പിക്കുക അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം അവിടെ വന്ന എല്ലാ മമ്മീസിൻ്റെ അടുത്തും അവരുടെ മദർഹുഡിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കപ്പിളായിട്ട് വന്നവരെ കൊണ്ട് കുറച്ച് ഗെയിംസ് ഒക്കെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും കുട്ടികളൊക്കെ കുറച്ച് ബോർഡായിട്ടുണ്ടായിരുന്നു, കാരണം കുറച്ച് ചൂട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് പിള്ളേർ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും കുറച്ച് ചായ, പഴംപൊരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ പരിപാടി അവസാനിപ്പിച്ചിട്ട് ഗിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, അധികം ലാഗുള്ള പരിപാടിയൊന്നും ആയിരുന്നില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. കാരണം കുട്ടികളായതുകൊണ്ടിട്ട് അധികം നേരം ഇരിക്കത്തില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് അവരൊട്ടും തന്നെ നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നൊരു പരിപാടിയേ ആയിരുന്നില്ല. അതിനുശേഷം ഗിഫ്റ്റ് എല്ലാം കൊടുത്തിട്ട് കേക്ക് കട്ടിങ്ങിൻ്റെ പരിപാടിയായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മമ്മീസും കുട്ടികളും സ്റ്റേജിൻ്റെ ഫ്രണ്ടിലോട്ട് പോയി. അങ്ങനെ അവർക്ക് കിട്ടിയ എല്ലാ ഹാറ്റും എല്ലാവർക്കും വെച്ച് കൊടുക്കാനായിട്ട് പറഞ്ഞു. കുറച്ച് പേരൊക്കെ വെച്ചു, കുറച്ച് പേരൊക്കെ അത് വലിച്ച് ദൂരെ എറിഞ്ഞു. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ ആയി. ഞാൻ ആദ്യം പോയി അവിടെ നിന്നെങ്കിലും ആദ്യം പോയി നിന്നത് കൊണ്ടിട്ട് പിറകിലോട്ടായിപ്പോയി. അത് കുഴപ്പമില്ല, ഹേസലിനെ ഞാൻ കാണിക്കാൻ വേണ്ടി എന്നെ കൊണ്ടാകുന്ന വിധം ഞാൻ അവനെ പൊക്കി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരും കൂടെ, അതായത് 2025 ജനുവരി ബേബീസ് എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ഫോട്ടോ. അത് സത്യം പറഞ്ഞ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് എനിക്കറിയില്ല അതെങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന്. അതിനുശേഷം ആ കേക്കെല്ലാം എല്ലാവർക്കും സെർവ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചു. എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഡിസ്ചാർജായ ദിവസം ഞങ്ങൾക്കൊരു ന്യൂ ബോൺ ഫോട്ടോഷൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഹോസ്പിറ്റൽ വക കോംപ്ലിമെൻ്ററി ആയിരുന്നു. ആ ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് ഫ്രെയിം ചെയ്ത് അവർ തരും. അത് എല്ലാവർക്കും, ഇപ്പോൾ കിൻഡർ ഹോസ്പിറ്റൽ എല്ലാവർക്കും അത് കിട്ടുന്നതാണ്. സോ അതേ ഫോട്ടോഗ്രാഫർ തന്നെ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം എല്ലാവർക്കും സിംഗിൾ ഫോട്ടോസ് എടുത്ത് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യവും ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിന് കിട്ടുമോ എന്നെനിക്ക് അറിയത്തില്ല. അങ്ങനെ എല്ലാ ഫോട്ടോ സെക്ഷനും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ആ ഹോസ്പിറ്റലിനോട് വീണ്ടും വിട പറയുന്നു. ഒരു വട്ടം കൂടി ഇങ്ങോട്ട് വരേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്.
പിന്നെ പ്രതീക്ഷിച്ച പോലത്തെ ഗ്രാൻഡ് പരിപാടിയൊന്നും ആയിരുന്നില്ല, ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വഞ്ചി റെസ്റ്റോറൻറ്റിലോട്ട്. എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ടോപ്പിൽ കിടക്കുന്നതാണ് വഞ്ചി എന്ന് പറയുന്നത്. എനിക്ക് അവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ. ഇതേക്കുറിച്ച് എനിക്കൊരു വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ മേടിച്ചു, വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.